ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എത്രയോ ആക്ടിവിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നേ. ഈ പറയുന്ന ED ക്ലീൻ ചിറ്റ് കൊടുത്ത ആൾക്കാർക്കെതിരായിട്ട് നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാമല്ലോ. ED കാണിച്ചത് തെറ്റാണെന്ന് പറയാമല്ലോ. ED വെറുതെ വിട്ട നടപടി ശരിയായില്ല എന്ന് പറയാമല്ലോ. ഇത്രയധികം ആക്ടിവിസ്റ്റുകളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വഴികൾ തന്നെ ചൂസ് ചെയ്യാൻ പാടില്ലേ? ഇപ്പോൾ 2G സ്പെക്ട്രം കേസ് മുതൽ, കോമൺവെൽത്ത് അഴിമതി മുതൽ, കൽക്കരി കുംഭകോണം മുതൽ, UDF UP അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അഴിമതികളെ എല്ലാം തന്നെയും എന്താണ് പുറത്തു കൊണ്ടുവന്ന UPA സർക്കാരൊന്നും അല്ലല്ലോ. പുറത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഈ പറയുന്ന അഴിമതിയുടെ ആഴം എത്രയുണ്ടെന്ന് കണ്ടെത്തുകയും തെളിവുകൾ കണ്ടെത്തുകയും അതിന് നിയമപരമായ വഴികളിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്തത്. പിന്നെ CPM-ന് ഉന്നയിക്കുവാൻ ധാർമ്മികമായിട്ട് എന്ത് അവകാശമാണുള്ളത്? CPM എന്തിനാണ് നിയമസഭ തല്ലിപ്പൊളിക്കാൻ പോയതെന്ന് നമുക്കറിയാമല്ലോ. നിയമസഭ തല്ലിപ്പൊളിച്ച് അവിടെ ഇരുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ തവിട്ടിപ്പൊട്ടിച്ച് സ്പീക്കറുടെ ടേബിളിൽ കയറി അവിടെ ഇരുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ എടുത്ത് എറിയുന്ന സാഹചര്യം ഉണ്ടായെന്നാണ്. KM മാണി അഴിമതിക്കാരനാണെന്നാണ്. KM മാണി എന്താണ് നരകത്തിലെ തീയിൽ കിടന്ന് വെന്തുരുകും, പുഴുക്കൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ ഇഴഞ്ഞു കയറും, മൂക്കിക്കൂടെ ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭയ്ക്കകത്ത് സംസാരിച്ച ആളാണ് VS അച്യുതാനന്ദൻ. ഇപ്പോൾ പിണറായി സർക്കാർ എന്താണ് ചെയ്യുന്നത്? KM മാണിയുടെ മകൻ അവിടേക്ക് ചെന്നപ്പോൾ KM മാണിയെ വിശുദ്ധനാക്കിക്കൊണ്ട് മാണിക്ക് സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് കേരള ബഡ്ജറ്റിൽ നിന്ന് കാശ് എഴുതി മാറ്റി വയ്ക്കുന്നു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. രണ്ട് മുന്നണികളിൽ എതിർചേരികളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും. അവർ മുന്നണി മാറി വരുന്ന സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ളതാണ്. അല്ലാതെ BJP പ്രത്യേകിച്ച് ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവന്നൊരു കാര്യമൊന്നുമല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ്. ശോഭാ കരന്തലാജെ പറഞ്ഞ കാര്യം വളരെ തെറ്റായിപ്പോയി. അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അവർ തന്നെ മാപ്പ് പറഞ്ഞു, ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് മാപ്പ് എന്ന് അവർ പറയുന്ന സാഹചര്യവും ഉണ്ടായി. ഞങ്ങൾക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്ഷമ ചോദിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, CAA വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ബിഷപ്പുമാരും മറ്റും നടത്തിയ പ്രസ്താവനയെ കുറിച്ചിട്ട്. നോക്കൂ, ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കാകട്ടെ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കാകട്ടെ അവർക്ക് കൺസേൺ, ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിമർശിക്കുവാനല്ല, അവരോട് സംസാരിക്കുവാൻ എല്ലാവരും തയ്യാറാണ്. അവരുടെ അത്തരത്തിലുള്ള കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുവാനും അത് വളരെ ജെന്യൂനായിട്ട് തന്നെ വളരെ സിൻസിയറായിട്ട് തന്നെ കേൾക്കുവാനും ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു മടിയുമില്ല. അവരുടെ ആശങ്കകൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോകുന്നതിനും യാതൊരു മടിയുമില്ല. CAA വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് പ്രശ്നം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആ വിഷയം പറയുക, പരിഹരിക്കപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ. അത്ര എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ശ്രീ ഗോകുൽ, CAA വിഷയം തന്നെയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ CAA എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇതറിയാം. എന്നാൽ സാധാരണക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന ചില സന്ദേശങ്ങളൊക്കെ പടച്ചുവിടുകയാണ്. നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോലെ നമ്മൾ മറ്റു പല വിഷയങ്ങളിലേക്കും പോയതുകൊണ്ടാണ് അവിടേക്ക് വരാൻ താമസിച്ചത്. ചില വിഷയങ്ങളൊക്കെ പടച്ചുവിടുകയാണ്. ഇത് മുഖ്യമന്ത്രി തന്നെ നടത്തിയ പരാമർശങ്ങളാണ്. ഒരു വലിയൊരു മതവിഭാഗത്തെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ്, അതാണ് അജണ്ട. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇതിൻ്റെ ചില വരികൾ എഴുതി ചേർത്തത്. അത് മനഃപൂർവ്വമായി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അങ്ങനെ എത്ര പ്രചരണങ്ങൾ അങ്ങനെ പടച്ചുവിടുകയാണ് മുഖ്യമന്ത്രി നിരന്തരം. ഒരു തവണയല്ല, രണ്ട് തവണയല്ല, നിരന്തരം ഇത് തന്നെയാണ് അവരുടെ ക്യാപ്സൂളായി പുറത്തു വരുന്നത്. അല്ല, ഇതിനകത്ത് 2012 CPM-ന്റെ അന്നത്തെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, അദ്ദേഹം അന്നത്തെ പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയ ഒരു കത്താണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഒരു ഡീക്കേഡായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ആ ഒരു ഡീക്കേഡ് മുമ്പ് നടന്ന 2002 നടന്ന എന്താണ്? അന്ന് ഇന്ത്യ ഭരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അന്നത്തെ രാജ്യസഭയിലെ അവരുടെ നേതാവായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം രാജ്യസഭയിൽ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, വി ഓവ് ആൻ ഒബ്ലിഗേഷൻ ടു ദം എന്ന് പറഞ്ഞാൽ ടു ഹൂം എന്നുള്ളതാണ്. ടു ഹൂം എന്ന് ചോദിച്ചാൽ ദ മൈനോറിറ്റീസ് ഓഫ് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അവരവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീസൺസ് കാരണം ഒപ്രഷൻ നേരിടുന്നുണ്ട്, അവരവിടെ പീഡനം നേരിടുന്നുണ്ട്. വി ഓവ് ആൻ ഒബ്ലിഗേഷൻ ടു ദം. അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിൽ കുറച്ച് ലിബറൽ നയം നമ്മൾ സ്വീകരിക്കണമെന്ന് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതാണ്. ഈ ആവശ്യപ്പെട്ട കാര്യം ഒരു ഡീക്കേഡ് കഴിഞ്ഞിട്ടും ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ്
ഈ പറയുന്ന അന്ന് പിന്നീട് പ്രധാനമന്ത്രിയായി കഴിഞ്ഞ മൻമോഹൻ സിംഗിന് കത്തയക്കുന്നത് CPM ആണ്. എന്തുകൊണ്ട് നമ്മളൊരു ലിബറൽ നയം അവിടെ നിന്ന് വരുന്ന മൈനോറിറ്റിയോട് കാണിക്കുന്നില്ല? ഈ മൈനോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാമല്ലോ. എന്തായാലും മൈനോറിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് മുസ്ലിം വിഭാഗം പെടുന്നില്ല. ബിക്കോസ് അത് രണ്ടും ഒരു മത രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ് ആയിരുന്നാലും ശരി തന്നെയാണ്, പാകിസ്ഥാൻ ആയിരുന്നാലും ശരിയാണ്, മത രാജ്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന മൈനോറിറ്റീസിനോട് ഒരു ലിബറൽ നയം കാണിക്കണം. ഈ ലിബറൽ നയം കാണിക്കേണ്ടി വരുന്നതാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ആര്യ സമാജത്തിൽ നിന്ന് കത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പൗരത്വം കിട്ടുന്ന സാഹചര്യം എന്നാണ്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരാൾ മതം മാറി ഹിന്ദു ആവണമെന്നുണ്ടെങ്കിൽ ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്? എൻ്റെ അറിവിൽ ആര്യ സമാജമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. 1. 2, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചേങ്കോട്ടോണ് ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിന് ഈ പറയുന്ന പോലെ മതം മാറി ഹിന്ദു ആയി ഇയാൾ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അയാൾ മാമോദീസ മുങ്ങുന്നു, അയാളുടെ പള്ളിയിൽ തന്നെയല്ലേ. ഒരാൾ ഇസ്ലാം ആണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ പള്ളിയിൽ നിന്ന് തന്നെയല്ലേ അയാൾ ഇസ്ലാം ആണെന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് വരുന്നത്. അല്ലാണ്ട് അപ്പോൾ ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയല്ലേ ഇന്നയാളുടെ മതം ഇന്നതാണ് എന്നുള്ളതിനെ സർട്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന അവർ അവിടെ നിന്ന് കയറി വന്നിരിക്കുന്ന പലവിധ കാരണങ്ങൾ കൊണ്ട്, ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒപ്രഷൻ കാരണം അവിടെ നിന്ന് ഓടി വരേണ്ടി വരുന്നവർക്ക് അവരുടെ കയ്യിൽ ഈ പറയുന്ന വലിയ ഡോക്യുമെന്റോ ഡേറ്റയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് CAA വരുന്ന സമയത്ത് അവർക്ക് ആ പറയുന്ന വിഷയങ്ങളിൽ റിലാക്സേഷൻ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ആ റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ നിങ്ങളുടെ മതം ഇന്നതാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനെ ഇത്രയും വളച്ചൊടിച്ച് ഈ രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ടോ? താങ്കൾ ലോകത്ത് എവിടെയൊക്കെയോ പോയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. രാജസ്ഥാനിൽ ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദുസിൻ്റെ ക്യാമ്പുണ്ട്. ഒരു തവണ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാമോ? അവിടെ ആ ക്യാമ്പിൽ കഴിയുന്ന പെൺകുട്ടികളോട് നിങ്ങൾക്ക് ഒരു തവണ പോയി ഒന്ന് സംസാരിക്കാമോ? നിങ്ങൾ ഈ മാനുഷികതയും മാനവികതയൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അവർ ആ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? അവർ ഓടി വന്നിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? മാനവികതയുടെ ഭാഷ പറയുമ്പോൾ എല്ലാവരോടും പറയണമെന്നേ. ഇത് 2014 വരെ CPM-ന് ആ ഭാഷ പറയാൻ അറിയാമായിരുന്നു അവരോട്. ഇപ്പൊ നിങ്ങളത് മാറ്റി പറയുന്നതിന് പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. അപ്പൊ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനാണെന്നൊരു കഥയുണ്ടാക്കി അവരോട് അവതരിപ്പിച്ച് ശേഷം അവരുടെ മുമ്പിൽ രക്ഷകരായി പോയി നിന്ന് നിങ്ങൾക്ക് വോട്ട് തട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ മതം ഭംഗിയായി പറയുന്നതും ഉപയോഗിക്കുന്നതും മറ്റാരേക്കാളിലും ഭംഗിയായിട്ട് ഇടതുപക്ഷവും CPM-ഉമാണ്.